പെട്ടെന്ന് ഓടണം. മോനോടിക്കോ. അത് നോക്കാതാ, അതാ അവനവിടെ ആ പലക കൊണ്ട് എന്തോ ചെയ്യുന്ന ബാൽ, അതാ പലക കൊണ്ട് എന്തോ ചെയ്യുന്നവൻ. ഇത് നോക്കൂ ഗൈസ്, പൂഞ്ഞാർ ബഡ്ഡീസ്. വെള്ളത്തിപ്പാറ്റ. ഒരു ഫ്ലാപ്പായിരുന്നു. ഫ്ലാപ്പല്ല, ഫ്ലോപ്പ്. ഇവിടെ മോൺസ, ഞങ്ങൾ ഇവിടെയാണ് വന്നത്. അവരെ ഓടിപ്പോയി പിടിക്കാം, വാ ഓടിക്കോ. നമുക്ക് അവര് പോയില്ലേ. ഇപ്പം ഞങ്ങൾ മോൺസായുടെ തെരുവുകളിൽ കൂടി തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. ബട്ട് മഗ്ഡി മാത്രം തുറന്നിട്ടുണ്ട് നീലിന് വേണ്ടിയിട്ടല്ലേ നീലു? വേറെ മറ്റേ കടകൾ കഫേയൊക്കെ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്ന് നമ്മൾ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഡെസ്റ്റിനേഷൻ ഓൺ യുവർ റൈറ്റ് എന്ന് പറഞ്ഞതുപോലെ ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതാ ഈ സ്ട്രീറ്റ്. തുടക്കത്തിൽ കണ്ട കറങ്ങുന്ന വാട്ടർ ഫൗണ്ടൻ മാത്രമല്ല നമ്മളെ ഞെട്ടിച്ചത്, ഈ സ്ട്രീറ്റും ഒന്ന് ഞെട്ടിച്ചു. കാരണം സത്യം പറഞ്ഞാൽ നമ്മളെപ്പോഴും അങ്ങനെയാണ്, എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ എക്സ്പെക്റ്റേഷൻ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിനോടുള്ള സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും അല്ലേ? അതായത് ഭയങ്കര, ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് മറ്റേ മിലാനിലെ സ്ട്രീറ്റിലേക്ക് പോയത്. അവിടെ അപ്പോൾ ഒന്ന് വെരി ക്രൗഡഡ്, രണ്ട് എന്തുകൊണ്ടോ ആ പറഞ്ഞ ആ ഒരു ഗുമ്മ എനിക്ക് കിട്ടിയില്ല. പിന്നെ മേ ബി വേറൊരു കാര്യം ഉണ്ടായിരിക്കും, അവിടുത്തെ ഒരു കടകൾ നമുക്ക് ഒന്ന് കയറി നോക്കാൻ പോലും പറ്റുന്ന റേറ്റല്ല, ഭയങ്കര ഹൈ എൻഡാണ്. അതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെയും കുറച്ച് ഹൈ എൻഡ് ബ്രാൻഡുകളൊക്കെ തന്നെ, പക്ഷെ കട അടച്ചിട്ടേക്കുമായിരുന്നത് കൊണ്ട് കയറണോ വേണ്ടോ എന്നുള്ള ചിന്ത വേണ്ടായിരുന്നു. ഇന്നത്തെ ദിവസമേ എല്ലാ കടയും ക്ലോസ് ആയിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര സ്ട്രീറ്റിലൊന്നും ആരും ഇല്ലാതെ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ഷോപ്പ് ചെയ്യണമെന്ന് അങ്ങനെ വലിയ മനസ്സിലങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടല്ല നമ്മൾ പോയത്, ജസ്റ്റ് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഷോപ്പ് കാണാനും പറ്റി, എന്നാൽ ഷോപ്പ് അടച്ചിട്ടേക്കുന്നതുകൊണ്ട് കയറാൻ ചിന്തിക്കുകയും വേണ്ട. നല്ല ഐഡിയ അല്ലേ? ഇനിയിപ്പോൾ അത് എന്ന് പോകുമ്പോഴും ഷോപ്പ് അടയ്ക്കുന്ന ദിവസം പോയാൽ മതിട്ടാ. അങ്ങനെ ഇതൊക്കെ നമ്മൾ അവിടുത്തെ ഓരോ മോണ്യുമെൻറ്റ് കണ്ടതാണ്. ആദ്യം നീ ഓടി വന്ന സ്ഥലം, ഈ ചർച്ച്, അതൊക്കെ ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ആ ലിസ്റ്റിലുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തില്ല. നമ്മൾ ഇവിടെ ഈ സ്ട്രീറ്റിൽ തന്നെ തേരാപാര നടക്കുകയായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ട്രീറ്റ്. പിന്നെ എനിക്ക് ഇത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ലേക്ക് കോമോയിലേക്ക് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതും കൂടെ കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് എനിക്ക് ഈ സ്ഥലത്തെ എല്ലാ മോണ്യുമെൻറ്റും കാണുന്നതിനേക്കാൾ പ്രധാനമായിരുന്നു കാണുന്ന ആ ഒരു സ്ട്രീറ്റ് നല്ലോണം കണ്ടിട്ട് പെട്ടെന്ന് ചിലവും നമുക്ക് ലേക്ക് കോമോയിലേക്ക് പോകാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ. അങ്ങനെ ഞങ്ങൾ തപ്പി വന്നു. ലെഗോ തപ്പിയായിരുന്നു നടന്നത്, പക്ഷെ അടിപൊളി സ്ട്രീറ്റ് കേട്ടോ. അതെല്ലാ പിള്ളേരുടെയും, ഇവിടെ പോകുന്ന എല്ലാവരുടെയും കയ്യിൽ ലെഗോൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നീലിന് ലെഗോ വാങ്ങാൻ വേണ്ടി. വാ, അമ്മ വരുവാ. ഭയങ്കര സന്തോഷം. Wow. Oh my God.
no. Did you see that? Don't touch my hand, Tangam. Look, these are lights. Yeah. അതാരാ നോക്ക്. Yeah. വിഷു കഴിഞ്ഞിട്ട് കൊണ്ട് ലെഗോ വാങ്ങിച്ചു. ഓഹോ, നീല് നല്ല അടിച്ച കോളായിരുന്നു. നമ്മുടെ ഓഫറിൽ ലെഗോ കിട്ടി. നീല് ഭയങ്കര ഹാപ്പി അല്ലേ നീലു? ഇനി നീല് വീട്ടിലെത്തിയാൽ മതി. അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ കയറി ചീറ്റിപ്പോയി. അപ്പോൾ ഞങ്ങൾ അടുത്ത കട പിസ്സ ഷോപ്പ് തപ്പി നടക്കുകയാണ്. പിസ്സ ഓർ പാസ്ത ഏതെങ്കിലും ഒരെണ്ണം കഴിക്കാം. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇവിടെ ഫുഡ് ഭയങ്കര ചീപ്പാണ്. അങ്ങനെ തപ്പി നടന്നതിന് ഞങ്ങൾക്ക് ഫലം കിട്ടി കേട്ടോ. ഇതാണ് നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ്, നിയോവ എന്നാന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. എൻ്റെ അമ്മേ, ഇത് കഴിച്ചാലുണ്ടല്ലോ നമ്മൾ അത്ര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാതെ. ഞങ്ങൾ ഇറ്റലി കഴിച്ച ബെസ്റ്റ് പിസ്സ ഇതായിരുന്നു കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണേൽ മോൺസയിലേക്ക് പോകാം, ഈ റെസ്റ്റോറൻറ്റിലേക്ക്. അത്ര ഗ്യാരണ്ടി ഞാൻ പറയുന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളി ഒരു പിസ്സയൊക്കെ കഴിച്ചിട്ടിറങ്ങി. ഇനി ഞങ്ങൾ ഒരു എവിടെ പോകണം എന്നുള്ള ചർച്ചയിലാണ്. അവിടെ പോകണോ ഇവിടെ പോകണോ അവിടെ പോകണോ എന്നുള്ള ചർച്ചയിലാണ് ഞങ്ങളപ്പം. ലേക്ക് കോമോ മിക്കാലും ഇവിടുത്തെ ടൈമും അനുസരിച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും. നല്ല രസമുണ്ട് ഈ സ്ട്രീറ്റ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തീരെ ആൾക്കാരില്ല. അപ്പം നമുക്ക് വേണ്ടി മാത്രം എന്നുള്ള പോലെ ഒരു സ്ട്രീറ്റ്. ഇതാണ് നമ്മൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം വന്ന സ്ഥലം. ഇപ്പം മനസ്സിലായില്ലേ, നമ്മൾ കാര്യമായി കുലങ്കർഷമായി ചർച്ച ചെയ്താൽ അവസാനം നല്ല ഫലം കിട്ടുമെന്ന്. എന്താണേലും ഇത്തവണ കിട്ടിയ ഫലം അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ തവണയും കുലങ്കർഷമായ ചർച്ചയ്ക്ക് ശേഷം നല്ല ഫലങ്ങളൊന്നും കിട്ടാറില്ല. പക്ഷേ ഈ ചർച്ചയ്ക്ക് ശേഷം വന്ന ഈ ഫലം അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് മഴ, ഞാൻ പറഞ്ഞില്ലേ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞുകൊണ്ട് ഈ മറ്റേ ഇലയെന്നൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളത്തുള്ളികളൊക്കെ വീണ്, പിന്നെ ഒരു ചെറിയ തണുപ്പും, നല്ല നമ്മുടെ നാട്ടിൽ കബേൺ പാർക്കൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ നല്ലൊരു സ്ഥലമായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ ഇതുപോലെ ഇപ്പം ഞാനും നീലും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുന്ന പോലെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ എവിടെ ക്യാമറ വെച്ചാലും എൻ്റെ പൊന്നു സാറേ അടിപൊളി ലുക്ക് തന്നെ. നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി ലുക്കുള്ള. ഇതിപ്പം ഇങ്ങനത്തെ ചുമ്മാ വീഡിയോയ്ക്കല്ല കേട്ടോ, ഇപ്പം ഞാൻ പറയുന്ന ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവില്ലേ, അവർക്കൊക്കെ നല്ല അടിപൊളി ലുക്കുള്ള സ്ഥലമാണിത്. പിന്നെ ഇത് ആരാണെന്ന് എനിക്കറിയില്ലല്ലോ, പറഞ്ഞു തരണമെന്നുണ്ട് പക്ഷെ അറിയില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം പുള്ളീനെ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇനി അപ്പുറത്തേക്ക് പിടിക്കാൻ ക്യാമറ. പിന്നെ ഇപ്പുറത്തേക്ക് പിടിച്ചപ്പോൾ ഇവിടെ നിൽക്കുന്ന 2 മനുഷ്യരെ ഒപ്പിയെടുക്കാൻ പറ്റി. ഇവരെ എനിക്കറിയാം, ഇവരുടെ പേര് ചിന്നു, മറ്റേത് ജെയിം. പിന്നെ ആ ബാക്കിൽ നിൽക്കുന്ന തൊപ്പി വെച്ചത് എൻ്റെ കെട്ടിയവനാണ്, അത് ബാൽ. ഇവരെ എനിക്ക് നല്ലോണം അറിയാം ഗൈസ്. പിന്നെ ഇതെൻ്റെ മോൻ. അതെങ്ങനെ ഉണ്ടായിരുന്നു തങ്കം? സ്കേറി ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? അമ്മക്ക് ഇഷ്ടപ്പെട്ട് കണ്ടപ്പോ. നമുക്കെന്നാ പോയാലോ? കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. വാ, സ്റ്റാർട്ടിങ്. റെഡി സ്റ്റഡി ഗോ. വലിയ പോസുകാരനാണോ? എന്നാ ബാ. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി വിട്ട് നമ്മൾ നടന്നെത്തിയത് ഈ പാർക്കിലേക്കാണ്. നമ്മുടെ നാട്ടിലെ ഒരു കുറ്റിക്കാട്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അങ്ങനെ തോന്നും അല്ലേ. മരങ്ങളൊക്കെ ഇങ്ങനെ ഫുള്ളിങ്ങനെ മഴക്കാലത്ത് ഉണ്ടാവില്ലേ, ഫുള്ള് പച്ചപ്പ്,
അതുപോലത്തെ അതേ വൈബായിരുന്നു. കാരണം സൈഡിൽ കൂടെ ഒരു ആറൊക്കെ ഒഴുകുന്നുണ്ട്. ഓടി വരാൻ ചിന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഓടാൻ പറഞ്ഞു? ഓടാനോ എന്താ അതിനാണോടാ ഇത്ര ഓടാൻ പറഞ്ഞു? എൻ്റെ പൊന്ന് താറാവേ, ഇത്രയും ഓട്ടം ഞാൻ വേറെ ഒരു ജീവിയെ കാണാൻ ഓടിയിട്ടില്ല കേട്ടാ. പക്ഷെ ഓടിയത് വെറുത്തായിട്ടോ. കാരണം ഇത് പ്രാവ് താറാവായി പോയതാണോ എന്നൊരു സംശയം. അവരൊക്കെ അങ്ങോട്ട് നടന്നേ ഇതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതെനിക്കൊരു വലിയ പുതുമയല്ല, ശരിക്കും വാവെന്ന് തോന്നുന്ന ഒരു കാര്യമല്ല. കാരണം ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം ശരിക്കും ഇങ്ങനെ തന്നെ, ഇങ്ങനെ ഫുള്ള് ഇതുപോലെ സൈഡിൽ പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ സൈഡിൽ ഒരാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ തന്നെ ഉള്ള ഒരു നാടായിരുന്നു എൻ്റെ ഇത്. അതുകൊണ്ട് ശരിക്കും എനിക്ക് എൻ്റെ നാട് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ നാട് എവിടെയാണെങ്കിലും അല്ലേ ഇങ്ങനത്തെയൊക്കെ ഒരു കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. അത്ഭുതമല്ല, സന്തോഷം, ഭയങ്കര ഒരു സന്തോഷം. പെട്ടെന്ന് ഓടണം, ഞാൻ മോനോടിക്കും. തെന്നിപ്പോലെ പെട്ടെന്ന് ഓടിയാൽ ബീവറിനെ കാണാൻ പോലും. ബീവർ കാണുമെന്നൊന്നും എനിക്കറിയില്ല, അവരെല്ലാവരും നോക്കി നിൽപ്പുണ്ട്. എവിടെ ബീവറുണ്ട് ശരിക്കും? ഈ ഡാം പണിയുന്ന പുള്ളിക്കാരനല്ലേ ബീവർ അല്ലേ? എവിടെ? അയ്യോ എവിടെ പോയി? പോയി, എന്നെ കണ്ടതേ പോയല്ലോ. ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ലേ നാട്ടിലെ പോലെ തോന്നുന്നുണ്ടെന്ന്. ഇപ്പം എനിക്ക് ശരിക്കും എൻ്റെ പൂഞ്ഞാറ് എൻ്റെ നാട് ഓർമ്മ വരുന്നത്. ഓക്കെ, ഞങ്ങളിതിനെ വെള്ളത്തിപ്പാറ്റാന്നായിരുന്നു പറയുന്നത്. എന്താ ശരിക്കുള്ള പേരെന്നൊന്നും അറിയില്ല. ഇത് നോക്കൂ ഗൈസ്, പൂഞ്ഞാർ ബഡ്ഡീസ്, വെള്ളത്തിപ്പാറ്റ. എത്തുവോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ, തൂങ്ങി കിടക്കാൻ പറ്റുമോ? അതാ ജിജേട്ടൻ പുള്ളപ്പ് എടുക്കുന്നു. ജിജേട്ടൻ വിത്ത് ബാഗാണ് പുള്ളപ്പ് എടുക്കുന്നത്. ശരിക്കും കാണിച്ചേ. അത് നല്ല 2 ആയിരുന്നടാ. ആ ഫയൽമാൻ രംഗത്ത് വന്നിരിക്കുന്നു ഗൈസ്. ബോഡി വെയിറ്റ് ഇല്ലാത്ത തെണ്ടികൾക്ക് അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. അത് അടുത്തവൻ ഒരുത്തനെ തോപ്പിക്കാൻ വേണ്ടി അടുത്തവൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ആടില്ല
എല്ലാരും നടന്നു വന്നോളെ. വാവ്, നല്ല കളർ കോമ്പിനേഷൻ അല്ലേ. ഇത് നോക്ക, ആദ്യമായിട്ട് ചിന്നു, ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ നാച്ചുറൽ ആയിട്ട് ഇവരുണ്ടാക്കുന്നേ. നോക്ക്, ഇത് കണ്ടോ ഇങ്ങനെയാ. അത് നോക്കാതാ, അതാ അവനവിടെ ആ പലക കൊണ്ട് എന്തോ ചെയ്യുന്ന ബാൽ, അതാ പലക കൊണ്ട് എന്തോ ചെയ്യുന്നവൻ. കണ്ടോ കണ്ടോ. ഞങ്ങൾക്ക് ഈ മോൺസ പ്ലാൻ ബി ആയിരുന്നു, ഫ്ലോറൻസ് ചീറ്റിപ്പോയപ്പോൾ വന്ന ഒരു പ്ലാൻ ബി. പക്ഷെ സത്യം പറഞ്ഞാൽ പ്ലാൻ എ ആണെങ്കിലും ബി ആണെങ്കിലും സി ആണെങ്കിലും ഇസഡ് ആണെങ്കിൽ പോലും നമ്മൾ ഓരോ സ്ഥലത്ത് വരുമ്പോഴും അതൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരു വലിയ ടിക്ക് മാർക്കാണ് എൻ്റെ ഡയറിയിൽ. ഇനിയിപ്പോൾ മോൺസ എന്നെഴുതി എനിക്ക് ടിക്കിടാം. അതുകൊണ്ട് എനിക്കിത് ഒരു പ്രിയപ്പെട്ട മെമ്മറിയാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലം. ബൈ ഫ്രം മോൺസ എന്ന് സ്വന്തം ലക്ഷ്മി.